മലപ്പുറത്ത് വൻ നിക്ഷേപ തട്ടിപ്പ്. സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് വൻ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനിക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഈ നിക്ഷേപ തട്ടിപ്പിന്റെ ഒരു രീതി ഏത് തരത്തിലായിരുന്നു? എന്തൊക്കെയാണിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കേരളത്തിലുടനീളം സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുക എന്ന വാഗ്ദാനം നൽകി തന്നെയാണ് ഈ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഇടയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ 5-ലധികം സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അത് 2023 മുതലാണ് ഇവ ആരംഭിച്ചത്. അതിനുശേഷം 1 ലക്ഷം രൂപയ്ക്ക് 2500 രൂപ പ്രതിമാസം ലാഭം വാഗ്ദാനം ചെയ്തുള്ള ആയിരുന്നു ഈ നിക്ഷേപങ്ങളെല്ലാം സ്വീകരിച്ചിരുന്നത്. അങ്ങനെ നിരവധി പേരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം ഇതിനകത്ത് നിക്ഷേപം നൽകിയിട്ടുള്ളത്. 10 ലക്ഷം മുതൽ 25-50 ലക്ഷം രൂപ വരെ നൽകിയവരുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം പൂട്ടുന്ന അവസ്ഥയുമുണ്ടായി. ഇപ്പോൾ അവർക്ക് സൂപ്പർ മാർക്കറ്റിലെ ബന്ധപ്പെടാനോ ഇല്ലെങ്കിൽ മറ്റ് കമ്പനിയുമായി ബന്ധപ്പെടാനോ ഒന്നും സാധ്യമല്ല. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. ഏജന്റുമാർ നിരവധി ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലും കേരളത്തിലും വിവിധ ഭാഗങ്ങളിൽ. ഈ ഏജന്റുമാർ മുഖേനയാണ് ഈ നിക്ഷേപങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായ ഒരു എഗ്രിമെന്റോ ഒന്നും നൽകുന്നില്ല എന്നുള്ളതും ഇപ്പൊ ഈ തട്ടിപ്പിന് ഇരയായവർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഏജന്റുമാരെ കുറിച്ചും ഈ കമ്പനിക്ക് നിക്ഷേപം സ്വീകരിച്ചവരെ കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. മലപ്പുറം വളാഞ്ചേരി പോലീസിന് മാത്രം ആണ് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഉടനീളം നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തന്നെയുണ്ട്. ഈ കൂട്ടായ്മയിൽ 700-ലധികം പേരുണ്ട് എന്നാണ് പറയുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ